എൻ്റെ ലൈഫിൽ നല്ലോണം വിഷമങ്ങളും പ്രശ്നങ്ങളും ആയിട്ട് പോകുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. നിങ്ങൾക്കുള്ളത് എനിക്ക് തോന്നുന്നു ഈ എന്തോ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു അസുഖമുണ്ട്. ഇസ്ലാമിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പെണ്ണുങ്ങളാണ് ഈ സിലു ടോക്സ് എന്ന് പറയുന്നത്. ഈ സിലു ടോക്സ് എന്ന് പറയുന്നവരുടെ മകളെയും കൊണ്ട് സിലു ടോക്സ് ഏകദേശം 9 ലക്ഷത്തോളം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു ചാനൽ തന്നെയാണ് സിലു ടോക്സ്. ആ ചാനലിൽ പങ്കുവെക്കുന്നത് കുറച്ച് ബ്യൂട്ടി ടിപ്സും അതുപോലെ തന്നെ മോട്ടിവേഷൻ വീഡിയോസും ഫാമിലി വ്ളോഗ്സും ഒക്കെയാണ് അതിനകത്ത് ചെയ്യാറുള്ളത്. ഈ വ്യക്തി പറയുന്നത് സിലു ടോക്സ് എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തു, ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ സിലു ടോക്സ് എടുത്ത് നോക്കുന്നത് തന്നെ. എന്ത് മോശം കാര്യമാണ് സിലു ടോക്സ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ സിലു ടോക്സ് എന്ന് പറഞ്ഞ ചാനൽ തപ്പിപ്പോയത്. അപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എന്തായാലും മനസ്സിലായ കാര്യങ്ങൾ നമുക്ക് ഈ പുള്ളിയുടെ വീഡിയോ കണ്ടുകൊണ്ട് പറയാം. സിലു ടോക്സ് എന്ന് പറയുന്ന ഒരുപാട് കമന്റിൽ വന്ന ഒരു പേരാണ്. സിലു ടോക്സിനെതിരെ എന്തുകൊണ്ട് നിങ്ങൾ വിമർശിക്കുന്നില്ല? ഇസ്ലാമിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പെണ്ണുങ്ങളാണ് ഈ സിലു ടോക്സ് എന്ന് പറയുന്നത്. ഇതാണ് പുള്ളി ആദ്യമായിട്ട് പറഞ്ഞൊരു പരാമർശം. സിലു ടോക്സിനെ കുറിച്ച് പറഞ്ഞൊരു പരാമർശം ഇതാണ്. ഇത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി സിലു ടോക്സിന്റെ കുറേ വീഡിയോകൾ ഞാൻ എടുത്തു നോക്കി. എങ്ങും ഇസ്ലാമിനെ മോശമായിട്ട് പറയുന്ന ഒരു വീഡിയോ പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങേര് ഇത് വിളിച്ചു പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ, മറ്റേ ലക്ഷ്മി നക്ഷത്ര കേസ് കൊടുത്തൊരു വീഡിയോ. ആ പുള്ളിയുടെ അതേ രീതിയിലുള്ള ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ ഊതിപ്പെരിപ്പിച്ച് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പം ഒരു മകളെയും കൊണ്ട് ഈ സിലു ടോക്സ് എന്ന് പറയുന്നവരുടെ മകളെയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? അവർക്കെതിരെ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നു? ഞാൻ അങ്ങനെ എല്ലാ ഫാമിലി ബ്ലോഗേഴ്സ് കാണലില്ല. ഓരോരാൾ ലിങ്ക് അയച്ചു തരും, അതിനെ ഞാൻ ഒന്ന് പോയി കാണും, എന്നിട്ട് റിയാക്ട് ചെയ്യേണ്ട വിഷയമാണെങ്കിൽ പ്രതികരിക്കും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഫാമിലി ബ്ലോഗേഴ്സിനെ മുഴുവനും ആസ്വദിച്ച് വീഡിയോ കണ്ടിട്ടാണ് നിങ്ങളിലേക്ക് ഈ പ്രതികരണമായിട്ട് വരുന്നതെന്നുള്ള ചിന്തിക്കേണ്ട കേട്ടോ. ആർപ്പും വെറുപ്പുമാണ് ഈ നാണം കെട്ട വർഗങ്ങളോട്. അതുകൊണ്ട് ഒരിക്കലും ആ വീഡിയോ ഒന്നും ഞാൻ കാണാറില്ല. എനിക്ക് ചില പേരൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന പേര് ഇപ്പൊ ചില ആൾ ലിങ്ക് അയച്ചു തരും, അല്ലെങ്കിൽ പേര് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് നോക്കി സിലു ടോക്സിന്റെ. അപ്പൊ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉള്ള ഒരു ചാനലാണ് ഈ സിലു ടോക്സ് എന്ന് പറയുന്നത്. അപ്പോ അത് മുഖേന മുപ്പര വരുമാനം കൊണ്ട് വീടുണ്ടാക്കി നല്ല ഒരു ആർഭാടമായ ജീവിതം ഉണ്ടാക്കി. പക്ഷെ ഹറാമിന്റെ വഴിയാന്നേ ഉള്ളൂ. ഒരു നാൾ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. പഠിച്ചോൻ പാപികളെ പന പോലെ വളർത്തും, പക്ഷെ ഒരു നാൾ ഒരു പിടുത്തുണ്ട്. ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ അത് ഓർക്കുക. അതായത് എന്നും നമുക്ക് മരണം വരെ അഭിമാനത്തോട് ജീവിക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ, മാന്യമായിട്ട് കാശുണ്ടാക്കാൻ ശ്രമിക്കും. വീണ്ടും എന്താണ് സിലു ടോക്സ് ഹറാമിന്റെ വഴിയിലൂടെ സമ്പാദിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ അവരുടെ ചാനൽ അരിച്ചു പറക്കി നോക്കി. എനിക്കതിനകത്ത് കുറച്ച് ഫാമിലി വ്ളോഗ്സും കുറേ മോട്ടിവേഷണൽ വീഡിയോസും കുറച്ച് ബ്യൂട്ടി ടിപ്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഹെൽത്തിന് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതല്ലാതെ അതിൽ വേറെ ഒരു ഹറാമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള ഒരു കണ്ടന്റ് പോലും ഞാൻ കണ്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇത് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചാനൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. മുസ്ലിം സ്ത്രീകളായിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ എല്ലാവരുടെയും വീഡിയോ എടുത്തു വെച്ചിട്ട് അവരൊക്കെ മോശക്കാരാണ്, അവർ ചെയ്യുന്നത് മോശമാണ്, ഇങ്ങനെ മോശം കാര്യം ചെയ്തിട്ടാണ് പണം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സെയിം ഡയലോഗ് എല്ലാവരുടെയും വീഡിയോ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മുസ്ലിം സ്ത്രീകൾ ഇതുപോലെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്തിടുന്നതാണ് ഇങ്ങനെ പ്രശ്നം. അതായത് ഈ 16-ാം നൂറ്റാണ്ടിലെ ചിന്താഗതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ആ നൂറ്റാണ്ടിലെ ചിന്താഗതി എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെ വേറെ 2 വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം. ഉപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ല, ഉളുപ്പ്, നാണം, മാനം, അല്ലെ, അഭിമാനം, ലജ്ജ തീരെ, അതായത് നാണക്കേട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഭിമാനം എന്ന് പറയുന്നത്, മര്യാദ എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കുറച്ച് വർഗ്ഗങ്ങളുണ്ട് ആൾക്കാർ മനുഷ്യന്മാർക്കിടയിൽ. അതായത് മൃഗങ്ങളെ പോലും നാണം കെടുത്തും വിധമാണ് അവരുടെ ലജ്ജ നശിച്ചുകൊണ്ടിരിക്കുന്നത്. പല വീഡിയോകളിലായി ഷോർട്സിലായി ഞാൻ ആവർത്തിച്ചിട്ട് പറയുന്ന വിഷയം എന്താണ്? ഭാര്യമാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ പൊതുദർശനത്തിൽ വെച്ചുകൊണ്ട്, അതായത് പബ്ലിക് പ്ലാറ്റ്ഫോമായ ലോകം മുഴുവനും കാണുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമായ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള മീഡിയകളിൽ സ്വന്തം ഭാര്യ, എന്റെ ഭാര്യ, എന്റെ ഉമ്മാര, എന്റെ പെങ്ങന്മാരെ ഞാൻ പ്രദർശിപ്പിക്കുകയാണ്, മറ്റൊരുത്തനെ ആസ്വദിക്കാൻ വിട്ടുകൊടുക്കുകയാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു 99% ആൾക്കാരും എന്നെ അനുകൂലിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഞാൻ പറയുന്ന ആ വിഷയം അത്രമാത്രം പരമസത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പറയുന്ന 99% ആൾക്കാരും എന്നെ സപ്പോർട്ട്. അതായത് ഇങ്ങനെ പറഞ്ഞു വരുന്ന സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന മുസ്ലിം സ്ത്രീകൾ എന്തോ വലിയ തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അവർ മൃഗത്തിന് തുല്യമാണ്, അവരത്രയ്ക്കും മാനം കെട്ട പരിപാടിയാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് അണ്ണൻ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് ഞാൻ അണ്ണൻ്റെ ചാനലിൽ കയറി അണ്ണൻ ഇട്ടേക്കുന്ന തംബ്നെയിലൊക്കെ ഒന്ന് എടുത്തു നോക്കിയപ്പോൾ സ്ത്രീകളുടെ പടവും വെച്ചാണ് അണ്ണൻ തംബ്നെയിൽ ഇട്ടിരിക്കുന്നത്. അണ്ണൻ പക്ഷേ പറയുന്ന സ്ത്രീകളുടെ മുഖമൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കരുത്, സ്ത്രീകൾ മറ്റുള്ളവർ ആസ്വദിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് തംബ്നെയിലിൽ ആ സ്ത്രീകളുടെ ഫോട്ടോയും എടുത്തു വെച്ചിട്ടുണ്ട്. എന്തോന്നിട ഇത്?
എന്നിട്ട് 99% ആൾക്കാർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബാക്കി 1% മലയാളികൾ മാത്രമാണ് അണ്ണനെ സപ്പോർട്ട് ചെയ്യാത്തതെന്നാണ്. ശരിക്കും അണ്ണൻ്റെ ഈ വീഡിയോ വിവരവും വിവേകവുമുള്ള മലയാളികളുടെ മുമ്പിലേക്ക് ചെന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചെന്നായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വിവരക്കേടൊക്കെ ഈ വിമർശനങ്ങൾക്ക് വിധേയമായേനെ. കാരണം ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ അവരുടെ കഴിവുകൾ സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്നു. അതിലൊക്കെ എന്താണ് തെറ്റ്? അവരെന്തെങ്കിലും മോശം കാര്യമാണോ സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്നത്? ഇവിടെ സിലു ടോക്സ് എന്ന് പറഞ്ഞ ചാനലിൽ നല്ല നല്ല കണ്ടന്റുകളാണ് വരുന്നത്. അതിലൊന്നും എനിക്ക് ഒരു മോശവും എനിക്ക് അതിനകത്ത് കാണാൻ സാധിച്ചില്ല. പിന്നെ എന്താണ് ഇങ്ങനെ മോശം എന്ന് പറയുന്നത്? ഈ മോശം എന്ന് എടുത്തു പറയുന്നത് മതത്തിൻ്റെ ബേസിസിലാണ്. ഇത് കാലം 2023 ആണ്. അങ്ങ് 16-ാം നൂറ്റാണ്ടിലെ ചിന്താഗതിയൊന്നും ഇന്ന് വില പോവുകയില്ല. ഇതൊരു കാര്യമില്ലാത്ത കാര്യത്തിന് വെറുതെ അവരെക്കുറിച്ച് അപവാദം പറയുന്നത് പോലുണ്ട് തന്റെ വീഡിയോ. ഒരുപാട് ആൾക്കാർ പല രീതിയിലും കാശുണ്ടാക്കുന്നുണ്ട്. അസൂയ ഇതിലില്ല, അല്ലെങ്കിൽ അവരോട് വ്യക്തിവൈരാഗ്യം ഇതിലില്ല, അവരോട് യാതൊരു തരത്തിലുള്ള ശത്രുതയും ഇതിലില്ല. അങ്ങനെ കാണരുത്. പക്ഷേ കാട്ടിക്കൂട്ടുന്ന പ്രവണത, ഞാൻ ഇത്രയും റിയാക്ട് ചെയ്ത് പ്രതികരിച്ച് സംസാരിച്ച് വീഡിയോയിട്ടിട്ടും വീണ്ടും വീണ്ടും ആവർത്തിച്ച് 2-3 വീഡിയോ ഇവര് ഡെയിലി പ്രദർശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് പ്രഷർ കൂടും. നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന അന്ന വീഡിയോകൾ ഇവർ കാണുന്നുണ്ട്. അതിനെ നിസാരതയോടുകൂടി ഹല്ലേ വല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നെയും ഈ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദര അതിലിടപെട്ട് സംസാരിക്കേണ്ടേ? അല്ല, അതിലിടപെട്ട് സംസാരിക്കാൻ ഇങ്ങേരെ ആരാ? ഇങ്ങേർക്ക് എന്തിനാ ഈ പ്രഷർ കയറുന്നത്? ഇങ്ങേര് വീണ്ടും പറഞ്ഞിട്ട് അവരത് ചെയ്യുന്നത്, അവർ ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് തെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അവർ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. താനിരുന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ ചെയ്യുന്നതിൽ തന്നെ മനസ്സിലാകത്തില്ല അവർ ചെയ്യുന്നതിൽ തെറ്റൊന്നും ഇല്ലെന്ന്. തെറ്റായിട്ടുള്ളൊരു കാര്യമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും അവരെ വിമർശിച്ചതിന്, അവർ ചെയ്യുന്ന തെറ്റാണ് ചൂണ്ടിക്കാണിച്ചതിന്. താൻ മാത്രം ഇരുന്നുകൊണ്ട് അവർ ചെയ്യുന്ന തെറ്റാണ്, അവർ ചെയ്യുന്ന എന്തോ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ തൻ്റെ രീതിക്ക് ചിന്താഗതിയുള്ള കുറച്ച് ആൾക്കാരും കൂടി ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിയമപരമായിട്ട് ഒരു തെറ്റും അവർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള സമൂഹത്തിന് ദോഷം വരുന്ന രീതിയിലും ഒരു കണ്ടന്റുകളും അവർ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ അവരുടെ കണ്ടന്റിൽ എന്താണ് പ്രശ്നം? ഇത് മതം തലയ്ക്ക് പിടിച്ച കുറച്ച് പേർക്ക് മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തോന്നുകയുള്ളൂ. അല്ലാത്തവർക്ക് അവർ ചെയ്യുന്ന കണ്ടന്റുകൾ നല്ലതാണ്, അവരുടെ സന്തോഷം, അവരവരുടെ വഴിക്ക് പോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെപ്പോലുള്ള കുറച്ച് മനുഷ്യരുടെ ചിന്താഗതി ഇപ്പോഴും സ്ത്രീകൾ അങ്ങ് പുറകിലേക്ക് നിൽക്കേണ്ടവരാണ്, അവരിങ്ങനെ മുഖമൊന്നും കാണിക്കാൻ പാടില്ല, അവർ മുന്നിലേക്ക് വരാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള 16-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന വളരെ ചുരുക്കം പിന്നോക്ക ചിന്താഗതിയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരു മനസ്സിലായി, ഒരു കാര്യവുമില്ലാതെ പല മുസ്ലിം സ്ത്രീകൾക്കെതിരെയും അപവാദമാണ് ഇദ്ദേഹം പറഞ്ഞുണ്ടാക്കുന്നതെന്ന്. എന്തായാലും ഈ ഒരാളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ഒരു ചിന്താഗതി മാറ്റിയില്ലെങ്കിൽ അത് തനിക്ക് തന്നെ ദോഷം ചെയ്യുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.